ഹായ്, നമസ്തേ, വെൽക്കം ടു ട്രിവാൻഡ്രം ജംഗ്ഷൻ. ഞാൻ ദീപ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇന്ന് ശുചീന്ദ്രത്ത് പോവുകയാണ്. അപ്പോൾ അവിടുത്തെ വിശേഷം കാണാം, വരൂ. അങ്ങനെ ശുചീന്ദ്രത്തോട്ട് പോകുന്ന യാത്ര തുടങ്ങിയിരിക്കുകയാണ്. മലകളും കുന്നുകളും പുഴകളും വയലുകളും എല്ലാം കടന്നു വേണം നമുക്ക് ശുചീന്ദ്രത്തേക്ക് എത്തേണ്ടത്. അങ്ങനെ നല്ല പ്രകൃതി മനോഹരമായ കാഴ്ചകൾ കണ്ടാണ് ഞങ്ങളങ്ങനെ പോയത്. ട്രിവാൻഡ്രത്ത് നിന്നും ഏകദേശം 85 കിലോമീറ്റർ ദൂരമാണ് ശുചീന്ദ്രത്തേക്ക് ഉള്ളത്. ശുചീന്ദ്രത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്നും ഒരു 10-15 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ കന്യാകുമാരിയിലേക്ക്. കന്യാകുമാരി ജില്ലയിലെ ശുചീന്ദ്രം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ യഥാർത്ഥ പേര് സ്ഥാണുമലയ പെരുമാൾ എന്നാണ്. സ്ഥാണു എന്നാൽ ശിവനും, മാൻ എന്നാൽ മഹാവിഷ്ണുവും, അയൺ എന്നാൽ ബ്രഹ്മാവുമാണ്. അങ്ങനെ ക്ഷേത്ര കവാടവും കഴിഞ്ഞ് ഞാൻ അകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ വലത് സൈഡ് ഒരു ക്ഷേത്രക്കുളം കാണുന്നു. ഈ ക്ഷേത്രക്കുളത്തിൻ്റെ പേരാണ് പ്രജ്ഞാ തീർത്ഥക്കുളം, അല്ലെങ്കിൽ ജ്ഞാനാരണ്യം എന്നൊരു മറ്റൊരു പേരും കൂടെ ഈ തീർത്ഥക്കുളത്തിനുണ്ട്. ഈ കുളത്തിൽ ദേവന്മാരും മഹർഷിമാരും തപസ് ചെയ്തിട്ടുണ്ടെന്നൊരു വിശ്വാസം കൂടിയുണ്ട്. ശുചീന്ദ്രം എന്ന് പേര് ലഭിക്കുവാൻ കാരണം ശുചിയായ ഇന്ദ്രൻ, അതായത് ഇന്ദ്രന് മോക്ഷം കിട്ടിയതും കൂടെയാണ്. അതിനൊരു ഐതിഹ്യം പറയുന്നത്, ഗൗതമ മഹർഷിയുടെ ശാപത്താൽ അലഞ്ഞു നടന്ന ഇന്ദ്രൻ ശാപമുക്തിക്കായി എന്ത് ചെയ്യണമെന്ന് അന്വേഷിച്ച് നടന്നപ്പോൾ ത്രിമൂർത്തികളുടെ സാന്നിധ്യമുള്ള ക്ഷേത്രമാണ് ഉചിതമെന്ന് മനസ്സിലാക്കിയ ഇന്ദ്രൻ ഇവിടെ വരികയും ഇവിടെ വന്ന് തപസ് ചെയ്ത് ത്രിമൂർത്തികളെ പ്രത്യക്ഷപ്പെടുത്തി അങ്ങനെ ശാപത്തിൽ നിന്നും മോചിതനായി. ഇങ്ങനെയാണ് ശുചീന്ദ്രം എന്ന പേര് ലഭിക്കുവാൻ കാരണം. അങ്ങനെ ഞാൻ ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറിയപ്പോൾ പെട്ടെന്ന് എൻ്റെ ശ്രദ്ധ ആകർഷിച്ചത് 25 അടി ഉയരമുള്ള വാതിലും അതിലെ കൊത്തുപണികളുമാണ്. സാധാരണ നാം ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ആദ്യം വിഘ്നേശ്വരനെ തൊഴുതിട്ടാണല്ലോ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാറുള്ളത്. എന്നാൽ ഇവിടെ ദക്ഷിണാമൂർത്തിയെ തൊഴുതിട്ടാണ് അകത്തേക്ക് പ്രവേശിക്കേണ്ടത്. ഇനി ത്രിമൂർത്തികളുടെ സാന്നിധ്യം എങ്ങനെയാണ് ഇവിടെ ഉണ്ടായെന്നുള്ള ഒരു ഐതിഹ്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അത്രി മഹർഷിയും അനസൂയയും തമ്മിൽ തപസ് ചെയ്യുകയാണ്. ഇനിയുള്ള ജന്മം മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ള തപസ്സായിരുന്നു അത്. അവരുടെ തപസ്സിൽ തൃപ്തനായി വിഷ്ണു പ്രത്യക്ഷപ്പെട്ട് അരുൾ ചെയ്തു, മഹർഷിയും അനസൂയയും ഇവിടെയല്ല തപസ് ചെയ്യേണ്ടതെന്നും ജ്ഞാനാരണ്യത്തിലാണ് തപസ് ചെയ്യേണ്ടതെന്നും വിഷ്ണു പറയുകയും അങ്ങനെ ദക്ഷിണ സമുദ്രത്തിൻ്റെ അരികിലുള്ള ജ്ഞാനാരണ്യത്തിൽ എത്തുകയും, അതായത് ഇപ്പോൾ ശുചീന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ജ്ഞാനാരണ്യം. അനസൂയയുടെ പാതിവൃത്യം വളരെ പേരുകേട്ടതാണ്. അതുകൊണ്ടാണ് ത്രിമൂർത്തികൾക്ക് അനസൂയയെ പരീക്ഷിക്കണമെന്ന് തോന്നിയത്. ഒരിക്കൽ അത്രി മഹർഷി ആശ്രമത്തിൽ ഇല്ലാതിരുന്ന ഒരു ദിവസം ത്രിമൂർത്തികൾ ആശ്രമത്തിൽ സന്യാസിയുടെ രൂപത്തിൽ എത്തിയിട്ട് ഭിക്ഷ യാചിച്ചു. അതിഥി ദേവോ ഭവ എന്നല്ലേ നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരം. അതുപോലെ അനസൂയ ദേവി ആദരവോടെ സ്വീകരിച്ചിരുത്തി. ഞങ്ങൾക്ക് വിശക്കുന്നു, ഭക്ഷണം തരണം. പക്ഷേ ദേവി പൂർണ്ണമായും നഗ്നയായി വേണം ഭക്ഷണം തരേണ്ടത്. അല്പനേരം അനസൂയ ദേവി ആലോചിച്ചിട്ട് പറഞ്ഞു, അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് അത്രി മഹർഷിയുടെ കമണ്ടലുവിൽ നിന്നും അല്പം വെള്ളമെടുത്ത് ത്രിമൂർത്തികളുടെ ദേഹത്ത് തളിച്ചു. അപ്പോൾ തന്നെ ത്രിമൂർത്തികൾ മൂവരും ശിശുക്കളായി മാറി. അതിനുശേഷം പതിയെ മനസ്സിൽ വിചാരിച്ച് നഗ്നയായി വന്ന് 3 കുഞ്ഞുങ്ങൾക്കും മുലയൂട്ടി. ആ സമയത്ത് സരസ്വതി ദേവിയും പാർവതി ദേവിയും ലക്ഷ്മി ദേവിയും മൂവരുടെ പതിയെയും അന്വേഷിച്ചിറങ്ങി ഭൂമിയിലേക്ക് എത്തി. അനസൂയ ദേവിയോട് ക്ഷമിക്കണമെന്നും നമ്മുടെ പതിയെ പൂർണ്ണരൂപത്തിൽ എത്തിക്കുവാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു. എന്നാൽ തനിക്കതിന് കഴിയില്ലെന്നും അതിനായി തൻ്റെ പതിയെ കൊണ്ട് മാത്രം കഴിയുള്ളൂ എന്നും പറഞ്ഞു. അപ്രകാരം 3 ദേവിമാരും പതിക്ക് വേണ്ടി തപസ് ചെയ്ത സ്ഥലമാണ് പ്രജ്ഞാ തീർത്ഥക്കുളം. അത്രി മഹർഷി തിരിച്ചു വരികയും ത്രിമൂർത്തികൾക്ക് പൂർവ്വരൂപത്തിലാക്കുകയും ചെയ്തു. ആ സമയത്ത് അനസൂയ ദേവിയോട് ത്രിമൂർത്തികൾ ക്ഷമാപണം നടത്തുകയും അമ്മയ്ക്ക് എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിക്കുകയും അനസൂയ ദേവിക്ക് അമ്മയുടെ ഭാവമായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു, എനിക്ക് മൂവരെയും ഒരുപോലെ ഒരുമിച്ച് കാണണം എന്നായിരുന്നു അമ്മയുടെ ആഗ്രഹം. അടുത്തുണ്ടായിരുന്ന അശ്വത്ഥത്തിനു ചുവട്ടിൽ ഒരേ ശിവലിംഗത്തിൽ ത്രിമൂർത്തികളുടെ സാന്നിധ്യം ഉണ്ടാവുകയും ദർശിക്കുകയും ചെയ്തു. കൃതായുഗത്തിൽ അശ്വത്ഥത്തിനു ചുവട്ടിലും, ത്രേതായുഗത്തിൽ അത് തുളസിയായും, ദ്വാപരയുഗത്തിൽ ഇത് കൂവളവുമായും, കലിയുഗത്തിൽ കൊന്നമരത്തിനു ചുവട്ടിലുമാണ്. അതുകൊണ്ട് തന്നെ കൊന്നമരത്തിനു ചുവട്ടിലെ ഒരു ശിവലിംഗത്തിൽ തന്നെ 3 ദൈവങ്ങളെയും തൊഴാനുള്ള ഭാഗ്യം നമുക്കുണ്ട്. അടുത്തതായി എടുത്തു പറയേണ്ടത് ഇവിടത്തെ കല്ലിൽ കൊത്തിവെച്ചിരിക്കുന്ന ശില്പങ്ങളെക്കുറിച്ചാണ്.
ഈ ശില്പത്തിൽ കാണുന്നത് പോലെ ഒരു ചെവിയിൽ നിന്നും മറ്റൊരു ചെവിയിലേക്ക് ഒരു കുഞ്ഞു കമ്പോ വടിയോ കടത്തിവിട്ടാൽ അത് വരുന്നതായി കാണാം. അത്രയ്ക്ക് സൂക്ഷ്മമായി കൈകൊണ്ട് ചെയ്ത കൽപ്പണികളാണിവ. പിന്നെ ഈ ക്ഷേത്രത്തിൽ പറയുന്ന മറ്റൊരു പ്രത്യേകതയാണ് സപ്തസ്വരങ്ങൾ കേൾക്കുന്ന മണ്ഡപവും ഈ ക്ഷേത്രത്തിലുണ്ട്. അതായത് 7 തൂണുകളുണ്ട്. ആ 7 തൂണിലും ഒന്ന് പൊട്ടി നോക്കിയാൽ വ്യത്യസ്തമായ സ്വരങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റും. 20 അടി ഉയരമുള്ള ഹനുമാൻ പ്രതിഷ്ഠ വളരെ പ്രശസ്തമാണ്. ഇവിടെ പ്രധാനമായും വഴിപാട് നടത്തുന്നത് വെണ്ണ, വെറ്റിലമാല, വട എന്നിവയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ. പരശുരാമൻ സ്ഥാപിച്ച 108 ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. അങ്ങനെ അതിൽ ഒരു ക്ഷേത്രം തൊഴാൻ പറ്റിയതിൽ വളരെ സന്തോഷത്തോടെ സംതൃപ്തിയോടെ ഞാൻ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ സഹോദരങ്ങൾക്കും നന്ദി, നമസ്കാരം.